മയ്യഴിയിലെ ഈ പുഴക്കരയിൽ അനാദിയായ പ്രണയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ഇനി ദാസനും ചന്ദ്രികയും ഉണ്ടാകും. ആത്മാവുകളുടെ വിശ്രമസ്ഥലമായ വെള്ളിയാങ്കലിൽ നിന്ന് ഒരു തുമ്പി മയ്യഴിയിലേക്ക് പറന്നു വന്നപ്പോഴാണ് നോവലിൽ നായക കഥാപാത്രമായ ദാസൻ ജനിക്കുന്നത്. അതുപോലെ ഒരു യാദൃശ്ചികതയായിരുന്നു മയ്യഴി പുഴയുടെ തീരങ്ങളിലെ കഥാപാത്രങ്ങൾ ഈ പുഴക്കരയിൽ പുനഃസൃഷ്ടിക്കപ്പെട്ടതും. ലെസ്ലി സാഹിബ്, കൊറമ്പിയമ്മ, മലയനുത്തമൻ, മയ്യഴിയിലെ ഗൂണ്ടാച്ചു, കമ്മ്യൂണിസ്റ്റായ കുഞ്ഞനന്ദൻ, കൊമ്മിസാറിനെ കുത്തിക്കൊലപ്പെടുത്തിയ പപ്പൻ, മലയാളി മനസ്സിൽ നിന്നും ഒരിക്കലും മഞ്ഞുപോകാത്ത ആ കഥാപാത്രങ്ങൾ ഇനി ശില്പങ്ങളായും ജീവിക്കും. അപ്പോൾ അതൊരു നോവലിന് ഇങ്ങനെയൊരു ദൃശ്യാവിഷ്കാരം അത് അപൂർവമാണ്. പ്രത്യേകിച്ച് സാധാരണഗതിയിൽ നോവലിസ്റ്റിൻ്റെ കാലശേഷമാണ് ഇങ്ങനെയുള്ള ആവിഷ്കാരങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇത് നടന്നു, ഇത് സംഭവിച്ചു എന്നുള്ളത് എനിക്കൊരു അതിലൊരു എന്താ പറയുക, ഒരു കൃതാർത്ഥത, സന്തോഷം ഉണ്ട്. ശില്പി KKR വെങ്ങരയും സംഘവും 8 മാസം കൊണ്ടാണ് ഗ്ലാസ് ഫൈബറിൽ 12 പാനലുകളായി മയ്യഴിപ്പുഴയുടെ തീരങ്ങൾക്ക് ശില്പഭാഷ്യം രചിച്ചത്. ചന്ദ്രികയുടെ വെള്ളിപ്പാദസ്രങ്ങളിലേക്ക് പ്രേമോദ്ധാരനായി ഒരിക്കൽ കൂടി നോക്കാൻ ആത്മാവുകൾ തുമ്പികളായി പറന്നു നടക്കുന്ന വെള്ളിയാങ്കലിൽ നിന്നും ഈ പുഴക്കരയിലേക്ക് ദാസൻ ഒരു വട്ടം കൂടി പറന്നു വന്നേക്കാം. ക്യാമറമാൻ ഷിജിത് കണ്ണോമിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1 കണ്ണൂർ.